الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري احلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين സ്നേഹമുള്ള വിശ്വാസികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വഴിയെ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രയാസങ്ങൾക്കും അല്ലാഹു നമുക്ക് പൂർണ്ണമായ ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അവരെ ആദരിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ കളിയാവേശം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഞാൻ ഇന്ന ടീമിന്റെ ആളാണ് എന്ന് പറയുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ഇന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ ഇന്ന സംഘടനയുടെ ആളാണ്. അതുപോലെ തന്നെ കുടുംബപരമായി എടുത്താൽ ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഇന്ന വീട്ടിലാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വളരെ ആവേശത്തോടു കൂടിയും ചില സന്ദർഭങ്ങളിൽ വലിയ അഭിമാനത്തോടു കൂടിയും ഒക്കെ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ പരലോകം സത്യമാണ്. അള്ളാഹുവും അവന്റെ ദീനും
അവന്റെ വേദഗ്രന്ഥവും ഒക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും അഭിമാനകരമായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ അത് പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, വഅമില സ്വാലിഹ, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവനേക്കാൾ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നവനേക്കാളും നല്ല വാക്കു പറഞ്ഞ, ഉത്തമമായ വാക്കു പറഞ്ഞ ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ഏറ്റവും അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മൾ പറയുന്ന വാക്ക് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇന്ന കുടുംബത്തിലുള്ളവനാണ്, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, തറവാട്ടുകാരനാണ്, പാർട്ടിക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വലിയ അഭിമാനവും ആവേശവും ആത്മസംതൃപ്തിയുമാണ് ഞാൻ അല്ലാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരു കറകളഞ്ഞ വിശ്വാസിയാണ്, മുസ്ലിമാണ് എന്നുള്ള പ്രഖ്യാപനം. എന്തുകൊണ്ട് സഹോദരങ്ങളെ, നാം സ്വീകരിച്ച ഈ ആദർശത്തെ, ഈ ദീനിനെ നാം ഒന്ന് ആത്മാർത്ഥമായി പരിശോധിച്ചാൽ എത്ര വലിയ അഭിമാനമാണ് നമ്മുടെ മതം നമുക്ക് നൽകുന്നത്. കാരണം നോക്കൂ നിങ്ങൾ, ഏറ്റവും പൂർണ്ണതയുള്ള മതം എന്നാണ്, ഏറ്റവും പൂർണ്ണതയുള്ള ആദർശമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അല്ലാഹു പറയാണ്, അല്ലാഹു തൃപ്തിപ്പെട്ട് തന്ന, അല്ലാഹു പൂർത്തീകരിച്ചു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്കല്ല തന്ന ഈ ആദർശമാണ്, ഈ ദീനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരങ്ങളെ, റബ്ബ് തൃപ്തിപ്പെട്ട് തന്ന ഒരു അനുഗ്രഹത്തെ അനുഭവിക്കുന്ന ഒരു വിശ്വാസി, അവന്റെ അഭിമാനവും സന്തോഷവും എത്ര വലുതാണ്. രണ്ടാമത്തെ ഒന്ന്, നാം സ്വീകരിക്കുന്ന ഈ ദീനിന്റെ അടിസ്ഥാന പ്രമാണം അത് എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ സാരോപദേശത്തെ, സതുപദേശത്തെ അഥവാ വിശുദ്ധ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, തീർച്ചയായും നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ ദീനെ അല്ലാഹു തൃപ്തിപ്പെട്ടു തന്നു. ഈ ദീനിന്റെ പ്രമാണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സംരക്ഷിക്കാം എന്ന് അല്ലാഹു നമുക്ക് വാക്കും തന്നിട്ടുണ്ട്. ആ സംരക്ഷണത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ, ഖുർആൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ സംരക്ഷണം ഇവിടെ പൂർത്തിയാവുക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൂടി അല്ലാഹു സംരക്ഷിക്കുമെന്ന്. കാരണം ആ സുന്നത്തിലാണ് ഈ ഖുർആനിന്റെ വിശദീകരണമുള്ളത്. അപ്പൊ നാം സ്വീകരിച്ച ദീന് ഉത്തമവും ആ ദീനിന്റെ പ്രമാണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സംരക്ഷണം ഏറ്റെടുത്തതുമാണ്. ഇനിയാകട്ടെ, ആ ദീനിനെ പഠിപ്പിക്കാൻ നമ്മളിലേക്ക് നിയോഗിതനായ പ്രവാചകൻ ലോകത്തെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃക. സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നാം എവിടെയൊക്കെ ഇടപെടുന്നോ അവിടെയൊക്കെ ഉത്തമ മാതൃക. നമ്മളെന്ന കച്ചവടക്കാരൻ, നമ്മളെന്ന ഇണ, നമ്മളെന്ന കുടുംബനാഥൻ, മകൻ, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെ തുടങ്ങി
ഒരു നാടിന്റെ ഭരണാധികാരി, ഒരു സംഘത്തിന്റെ നേതാവ്, ആരാകട്ടെ നാം ഇടപെടുന്ന ഏത് മേഖലയിലും ഉത്തമ മാതൃകയുള്ള ഒരു പ്രവാചകൻ നിയോഗിതനായിട്ടാണ് ഈ ദീൻ അല്ലാഹു നമുക്ക് നൽകിയത്. നാലാമത്തെ കാര്യം, എല്ലാ ശത്രുതയെയും ഈ ദീന് അതിജയിക്കുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയൽബല്ലാഹു ഇല്ലാ യതിമ്മ നൂറ വലൗ കരിഹൽ കാഫിറൂൻ. അവൻ എത്ര ഈ ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഈ ദീന് പൂർത്തിയാക്കാതെ അല്ലാഹു സമ്മതിക്കുകയില്ല എന്ന്. ഈ ദീന് പൂർത്തിയാകും ആര് എങ്ങനെ ഇതിനെ ഊതിക്കെടുക്കാൻ ശ്രമിച്ചാൽ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശത്രുക്കൾ പറഞ്ഞത് എന്താ? വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഒരിക്കലും ഈ ഖുർആനിനെ നിങ്ങൾ കേൾക്കരുത്. ഈ ഖുർആൻ ഓതുന്നിടത്ത് നിങ്ങൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. എന്താ സഹോദരങ്ങളെ, കേൾക്കരുത് എന്ന് പറഞ്ഞു. ആളുകൾ കേട്ടു. ഇത് കേട്ടാൽ നിങ്ങൾ ഭിന്നിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ കേട്ടപ്പോൾ ജനങ്ങൾ ഒന്നായി. അടിമയായ ബിലാലും സമ്പന്നനായ അബൂബക്കറും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ രണ്ടാളും ഒരു സംഘമായി ഒന്നായി. കറുത്ത ബിലാലും വെളുവെളുത്ത സൽമാൻ ഫാരിസിയും ഒറ്റ മനസ്സിന്റെ ഉടമകളായി. ഭിന്നിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഒന്നിപ്പിക്കുന്ന അനുഭവം ജനങ്ങൾക്കുണ്ടായി. തടസ്സം നിന്ന ആളുകൾ തന്നെ പിന്നീട് ഇതിന്റെ വക്താക്കളായി, പ്രചാരകരായി. സഹോദരങ്ങൾ, അത് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. ചില ആളുകൾ ഈ ഖുർആനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ സംസാരിച്ചിട്ട് മതിയാകാനിട്ട് ചില ആളുകൾ ലണ്ടനിൽ പോയി സംസാരിച്ചു. ഈ ഖുർആനിൽ ഇല്ലാത്ത കാര്യം, ഈ ഖുർആൻ മകളെ കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ പ്രബോധകർ ആ മനുഷ്യനെ പിടികൂടി തെളിവ് ചോദിച്ചു. 15 മിനിറ്റ് ഫോണിൽ തപ്പിയിട്ട് ചാറ്റ്ജിപിടിയോട് ചോദിച്ചിട്ട് തെളിവ് കിട്ടാതെ വന്നിട്ട് ആ മനുഷ്യൻ ഇളിഭ്യനായി പറഞ്ഞു, ഫോണിൽ നെറ്റില്ല, ലണ്ടന് പോയിട്ട്. അവസാനം ആളുകൾ എല്ലാവരും അവരുടെ ഫോൺ നീട്ടിക്കൊടുത്തു. നിങ്ങൾ ഞങ്ങളുടെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അവസാനം ഓടി ഒളിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അന്നും ഇന്നും അതിജയിക്കുകയാണ് ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. മനുഷ്യരെ, ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത് പടച്ചവന്റെ അടുത്ത് നല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിൽ ഒരുപാട് വൈരുദ്ധ്യം കാണും. ഇത് അല്ലാഹുവിന്റെ ദീനും ആ ദീനിന്റെ പ്രമാണവും ആ റബ്ബിന്റെ കലാമുമായതുകൊണ്ട് ഇതിലൊരു വൈരുദ്ധ്യം. സഹോദരങ്ങളെ, ഇനി ഒരാൾ ടവറിന്റെ ചോട്ട് പോയി സെർച്ച് ചെയ്താലും അവനത് കണ്ടെത്താൻ കഴിയൂല. ഇതൊക്കെ നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് അഭിമാനം പറഞ്ഞ് ഊറ്റക്കൊള്ളുകയല്ല. ഇത് ഓരോ നിമിഷവും ഈ ദീന് സത്യമാണ് എന്ന് ചരിത്രം മാത്രമല്ല, ജീവിക്കുന്ന വർത്തമാന കാലവും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹു പറഞ്ഞ എത്ര സത്യം, ഇത് പൂർണ്ണമാണ്, ഇതിനെ ഞാൻ സംരക്ഷിക്കുമെന്നും പറഞ്ഞത് കണ്ണു മുന്നിൽ ഇങ്ങനെ തെളിവ് കാണുമ്പോ സഹോദരങ്ങളെ, അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഈ ഖുർആന് അതിനെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെറ്റൂല. നമുക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട്. മനുഷ്യ ശരീരത്തെ പൂർണ്ണമായി കത്തിച്ചാലും അതിലെ ചില അസ്ഥികൾ ബാക്കിയാകുമെന്ന് ശാസ്ത്രം പറയാം. എത്ര ഡിഗ്രി നിങ്ങൾ ചൂടാക്കി കത്തിച്ചാലും മനുഷ്യ ശരീരത്തിലെ ചില എല്ലുകൾ ഇവിടെ ബാക്കിയാകുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞ പിൻഭാഗത്തെ എല്ലുകൾ പറയാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു അസ്ഥിയുണ്ട്. ഭൂമി ഒരിക്കലും അതിനെ തിന്നൂല. എവിടെ കൊണ്ടുവച്ചാലും അത് ഒരിക്കലും ദ്രവിച്ചു പോകൂല. അന്ത്യനാളിൽ ആ എല്ലിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ജീവിപ്പിക്കും. പ്രവാചകന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, അയ്യുൽ അമൽ ഹുവ യാ റസൂലല്ലാഹ്, അത് നിങ്ങളുടെ വാൽക്കുറ്റിയാണ്. നട്ടെല്ലിന്റെ അവസാന ഭാഗത്തുള്ള വാൽക്കുറ്റിയുടെ ഭാഗം എവിടെ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്താലും അത് ദ്രവിക്കൂല, നശിക്കൂല. അതിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ജീവിപ്പിക്കും. അതിങ്ങനെ അതിന്റെ മറ്റു ചില തലങ്ങൾ ഇങ്ങനെ ശാസ്ത്രം നമ്മുടെ മുന്നിൽ വിശദീകരിക്കും. നമുക്കൊരു ശാസ്ത്രത്തിന്റെ വിശദീകരണം ആവശ്യമില്ല.
കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, വഹിയാണ്. പക്ഷെ അത് ശാസ്ത്രം കൂടി തെളിയിച്ച് മുന്നിൽ തരുമ്പോൾ ഇതിനെ തകർക്കാൻ സംസാരിക്കുന്ന ആളുകൾ ഇളിഭ്യരായി പോകുന്നത് കൺമുന്നിൽ കാണുമ്പോൾ ഈ ദീൻ അഭിമാനമായി കൊണ്ടു നടക്കുന്ന വിശ്വാസികളെ ഇത് സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് തടസ്സമാണ്? നമുക്ക് ഉൾക്കൊണ്ടു. അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിലെത്തിയത്. പക്ഷെ 100% ഉൾക്കൊണ്ടു. ഈ ഖുർആനും ഹദീസും പറഞ്ഞ ഹലാലും ഹറാമും വേർതിരിച്ച് ഹലാലിലൂടെ മാത്രം നമ്മൾ പോകുന്നുണ്ടോ? ഈ പരലോകം സത്യമാണെന്ന് പറയുന്ന നമുക്ക് ജമാഅത്തുകൾ കിട്ടുന്നുണ്ടോ? നമ്മുടെ സമ്പാദ്യത്തിൽ ഹലാലും ഹറാമും വരുന്ന നമ്മൾ നോക്കുന്നുണ്ടോ? നമുക്ക് നല്ല ഭർത്താവും ഭാര്യയും പിതാവും മകനും മകളും ഒക്കെയായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വാക്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പാതിരാത്രികളിൽ നമ്മുടെ സെർച്ചുകളിൽ എന്റെ വാൽക്കുറ്റിയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്ന ഒരു പരലോകമുണ്ട്. അത് പഠിപ്പിച്ച ഖുർആനും സത്യസന്ധമായിട്ടാണ് പഠിപ്പിച്ചതെന്ന് തിരിച്ചറിയുന്ന നമുക്ക് നമ്മുടെ സെർച്ചുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? കാഴ്ചകളെ നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മുടെ മെസ്സേജുകൾ അവിഹിതങ്ങളിലേക്ക് വഴി തുറക്കുന്നുണ്ടോ? എത്ര അവിഹിത കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഒഴിവാക്കി മതം പോലും നോക്കാതെ ചിലരുടെ കൂടെ ഇറങ്ങിപ്പോയി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ വാർത്തകൾ ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ കാണാൻ. സഹോദരങ്ങളെ, ഞാൻ ഉൾക്കൊണ്ട ദീന് സത്യമാണെന്ന് കണ്ണു മുന്നിൽ പടച്ചറപ്പ് ആവർത്തിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു തരുമ്പോൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മാറാനും അതിന് അഭിമാനം കാണുമ്പോൾ തന്നെ അത് ഹൃദയത്തിന്റെ അകത്തേക്ക് എടുത്തു വെക്കാനും ആ ദീനിനു വേണ്ടി പണം കൊടുക്കാനും സമയം കൊടുക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും ഭൗതിക തിരക്കുകളിൽ നിന്ന് ഈ ദീനിന് സമയം കണ്ടെത്താനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ഈ മതത്തെ അഭിമാനമായി നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ഓതിയ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിലേക്കുള്ള പ്രബോധനം നിർവഹിക്കുന്ന, ക്ഷണിക്കുന്ന, വിളിക്കുന്നവനേക്കാൾ നല്ലവൻ ആരുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ദീനിന്റെ പ്രബോധനം, ദഅവ നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടാകും. നമ്മളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആളുകളെ അതിലേക്ക് ക്ഷണിക്കണം. ഇത് കാണുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ആ ദീനിന്റെ മാതൃകകളായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആളുകളെ ഈ ദീന് പരിചയപ്പെടുത്താൻ ഒരിക്കലും ഒരു നിർബന്ധ സ്വരം ഇസ്ലാമിനില്ല. പക്ഷെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ രാജ്യവും നമുക്കതിന്റെ സ്വാതന്ത്ര്യം തന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇതിനു വേണ്ട പദ്ധതികൾ ഒരുക്കാൻ നമുക്ക് സാധിക്കണം. അത് ഒരുക്കാൻ വേണ്ടി വിളിക്കുന്ന യോഗങ്ങളിൽ, മീറ്റിങ്ങുകളിൽ, സംഗമങ്ങളിൽ നമ്മുടെ സാന്നിധ്യമുണ്ട്, നമ്മുടെ കുടുംബമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഇത്തരം സംവിധാനങ്ങളെ നമുക്കാവുന്ന വിധത്തിലൊക്കെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഇവിടെ നേരത്തെ പറഞ്ഞ ചില ഈ ദീനിനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ കേവല ബുദ്ധി കൊണ്ട് തകർക്കാൻ പറ്റുമെന്ന് വ്യാമോഹിച്ച് നടക്കുന്ന ചില ആളുകൾ, അവര് റസൂലുള്ളാഹി അലൈഹി വസല്ലമക്ക് നേരെ നിരന്തരം ആരോപണങ്ങൾ എഴുതിവിട്ടപ്പോൾ വിസ്ഡം യൂത്ത് തിരൂരിൽ സംഘടിപ്പിച്ച ഡയലോഗ്, ഒന്നാമത്തെ ഡയലോഗ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ എത്രത്തോളം എന്ന് വെച്ചാൽ സമസ്ത ആദർശമുള്ള പള്ളികളിൽ പോലും ഈ പരിപാടികൾക്ക് ആളുകൾ ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം കേരളീയ മുസ്ലിം സമൂഹത്തിന് വല്ലാത്തൊരു തുറവിയാണ് ആ ഡയലോഗ് പരിപാടി കൊടുത്തത്. അതിനുശേഷം ആളുകൾ എല്ലാവരും അത് ഏറ്റെടുത്തു. എത്ര മുഖാമുഖങ്ങൾ, ഡയലോഗ് പരിപാടികൾ, ജനകീയ വിചാരണകളിൽ ഈ ആദർശത്തെ വെല്ലുവിളിക്കുന്ന ആളുകളെ എത്ര കൃത്യമായിട്ടാണ് പ്രമാണം കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്തത്. നമ്മുടെ സഹോദരങ്ങൾ, ഈ പദ്ധതികളൊക്കെ ഒരുക്കുമ്പോൾ അതിന് വലിയ ഫണ്ട് ആവശ്യമാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ ഉദ്ദേശിച്ച് നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് അൽഹംദുലില്ലാഹ് ഈ പ്രവർത്തനത്തിൽ നമുക്കുള്ള മുതൽക്കൂട്ട്. അതുകൊണ്ട് വിസ്ഡം യൂത്ത് അതിന്റെ ഒരു വർഷക്കാലത്തേക്കുള്ള സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള അതിന്റെ പ്രവർത്തന ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളിവിടെ ബക്കറ്റ് പിടിക്കല്ല, ഓരോ വ്യക്തിയെയും സമീപിക്കും. ഒരുപക്ഷെ സ്ഥിരമായി ഇവിടെ കാണുന്ന ആളുകൾ വരുന്ന ദിവസങ്ങളിൽ സമീപിക്കും, ഇന്ന് മാത്രമൊക്കെ കാണുന്ന ആളുകളെ ഇന്ന് സമീപിക്കും. നമ്മളൊരു വലിയ സംഖ്യ ഈ ദഅവ നടക്കുമ്പോൾ
ആളുകളുടെ മുന്നിൽ ശരിയായ ദീനിനെ സ്വഹാബത്ത് ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിനോട് നെഞ്ച് ചേർത്ത് വെച്ച് ശത്രു എയ്തു വിട്ട അമ്പുകളെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി അവർ പ്രചരിപ്പിച്ച ഈ ദീനിനെ പ്രശസ്തമായി നമുക്ക് പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും കഴിയും. അൽഹംദുലില്ലാ. അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ ധനം കൊണ്ടുകൂടി ഭാഗമാകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാ നന്മകൾക്കും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ദാറുൽ ഫുർഖാനിലെ ഒരു കുട്ടിയുടെ ബന്ധുവും നമ്മുടെ ദാറുൽ ഫുർഖാന്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും സഹായിക്കാറുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരിലും രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഈ ദീന് സ്വീകരിച്ചതിന്റെ അഭിമാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.